കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ ഏറ്റവും ശക്തരായിരുന്നു കേരള സ്റ്റുഡൻസ് യൂണിയൻ എന്ന KSUക്കാർ. കേരളത്തിലെ കലാലയങ്ങളിൽ നിരവധി പോരാട്ട സമരങ്ങൾ നടത്തിയ നേതാക്കൾ പിന്നീട് കേരളത്തിലെ സമുന്നതരായ നേതാക്കളായി മാറുന്നതും നാം കണ്ടു. AK ആന്റണിയും വയലാർ രവിയും തുടങ്ങി ഒട്ടേറെ നേതാക്കൾ KSUവിന്റെ സംഭാവനയായിരുന്നു. ഉമ്മൻചാണ്ടിയും ചെറിയാൻ ഫിലിപ്പും തുടങ്ങി കേരളത്തിന്റെ തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെ നിരവധി കോൺഗ്രസ് നേതാക്കൾ വളർന്നു. ഗ്രൂപ്പ് പോരാട്ടവും ഗ്രൂപ്പ് മാനേജർമാരുമൊക്കെയായി അവർ മാറിയെങ്കിലും നിലവിലെ KPCC അധ്യക്ഷനായ K സുധാകരൻ വരെയുള്ള നേതാക്കൾ KSUയിലൂടെ വളർന്നവരാണ്. സ്കൂളുകളിലും കോളേജുകളിലും KSU നിർണായകമായിരുന്ന കാലത്ത് നിന്നും KSU ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ പേരിൽ തമ്മിലടിച്ചാണ് ശോഷിച്ചു തുടങ്ങിയത്. പിന്നീട് കേരളത്തിലെ കലാലയങ്ങളിൽ പലതും SFIക്കാരുടെ കൈകളിലേക്ക് വഴിമാറി. KSU കാലാകാലമായി മത്സരിച്ച് വിജയിച്ചിരുന്ന കോളേജുകളിൽ പേരിന് പോലും KSU ഇല്ലാതായിക്കൊണ്ടിരിക്കുകയായിരുന്നു. KSUവിന് ശക്തരായ നേതൃത്വം ഉണ്ടായില്ല. ഒരു സമര സംഘടന എന്ന നിലയിൽ നിന്നെല്ലാം അകന്നതോടെയാണ് ക്യാമ്പസുകളിൽ KSU തകർന്നത്. വിദ്യാർത്ഥികളുടെ അവകാശ സമരങ്ങൾ പിന്നീട് SFI ഏറ്റെടുത്തു. സംസ്ഥാനത്തെ ഇടതുഭരണ തുടർച്ചയോടെയാണ് KSU വീണ്ടും ശക്തിപ്പെടുന്നതും ക്യാമ്പസുകളിൽ കരുത്താർജിക്കുന്നതും. നിരവധി സമരങ്ങൾ ഏറ്റെടുക്കാൻ KSU രംഗത്ത് വന്നതോടെയാണ് ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ KSU വീണ്ടും ശ്രദ്ധേയമാവുന്നത്. പുതിയ അധ്യയന വർഷം തുടങ്ങാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് KSUവിനെ ശക്തിപ്പെടുത്താനായി ഒരു ക്യാമ്പ് സംഘടിപ്പിക്കാൻ യുവ പോരാളികൾ തീരുമാനിക്കുന്നത്. സംഘടിച്ച് സംഘടനയെ ശക്തമാക്കുകയായിരുന്നു KSU നേതാക്കൾ ഈ ക്യാമ്പിലൂടെ ലക്ഷ്യമിട്ടിരുന്നത്. തെക്കൻ മേഖലാ കമ്മിറ്റിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. 3 ദിവസം കൊണ്ട് ഒരാണ്ടിന്റെ ശക്തി നേടുകയായിരുന്നു ക്യാമ്പിലൂടെ KSU ലക്ഷ്യമിട്ടത്. അതിനായി തിരുവനന്തപുരം ജില്ലയിലെ പ്രകൃതി സുന്ദരമായ പ്രദേശവും കണ്ടെത്തി. ക്യാമ്പ് തുടങ്ങി 2ാം ദിവസം രാത്രിയിൽ പോരാട്ട വീര്യം വർദ്ധിച്ചതോടെ ഒന്ന് മുട്ടാൻ തന്നെ കുട്ടി നേതാക്കൾ തീരുമാനിച്ചു. പഠിച്ചതെല്ലാം കൃത്യമാണോ എന്ന് അറിയണമല്ലോ. അങ്ങനെയാണ് അടി തുടങ്ങിയതോടെ KSU കുഞ്ഞുങ്ങൾ 2 ചേരിയായി. കോൺഗ്രസിൽ എപ്പോഴും 2 ചേരിയാണല്ലോ പതിവും. VM സുധീരൻ വെളിപ്പെടുത്തിയ 5 ഗ്രൂപ്പെന്നും യഥാർത്ഥത്തിൽ കോൺഗ്രസിൽ ഇല്ലെന്ന് തെളിയിക്കുക കൂടിയായിരുന്നു KSU പോരാളികൾ. അവർ 2 പക്ഷമായി പോരാടി. ഇരുപക്ഷത്തിനും നന്നായി കിട്ടിയെന്നാണ് വിവരം. എന്തായാലും ക്യാമ്പസുകളിൽ എങ്ങനെയാണ് DJ പാർട്ടി നടത്തുന്നതെന്നൊക്കെ കൃത്യമായി പഠിച്ച KSU നേതാക്കളും പ്രവർത്തകരും അടുത്ത ദിവസം കലാലയങ്ങളിൽ അതിരറ്റ വീറോടെയും വാശിയോടെയും എത്തും. വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ലഭിച്ച അറിവുകൾ വിളമ്പും. ഒപ്പം DJ പാർട്ടി എങ്ങനെ നടത്താമെന്ന് സഹപാഠികളെ പഠിപ്പിക്കും, ബോധവൽക്കരിക്കും. KSU ക്യാമ്പിൽ ഗുരുതര അച്ചടക്ക ലംഘനം നടന്നതായി KPCC കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് ഏറ്റവും ഒടുവിലായി വരുന്ന വാർത്തകൾ. KSU നേതൃത്വത്തിന് പക്വതയില്ലെന്നും മൂത്ത കോൺഗ്രസ് നേതാക്കൾ കണ്ടെത്തി കഴിഞ്ഞുവത്രേ. മൂത്ത കോൺഗ്രസ് നേതാക്കൾക്ക് പക്വതയില്ലെന്നാണ് KSUക്കാരും കണ്ടെത്തിയത്. അതിനാലാണ് ഒരു കോൺഗ്രസ് നേതാവിനെ പോലും 3 ദിവസത്തെ ക്യാമ്പിൽ അടുപ്പിക്കാതിരുന്നതെന്നാണ് വിവരം. മദ്യപിച്ച് തല്ലുണ്ടാക്കുന്ന ഒരു നേതൃത്വത്തെ ഉണ്ടാക്കാനാണ് KSU മേഖലാ ക്യാമ്പ് സംഘടിപ്പിച്ചതെന്ന് KPCC നേതൃത്വം നിയോഗിച്ച സമിതി കണ്ടെത്തിയിരിക്കുന്നു. KPCC അധ്യക്ഷനെ പോലും ക്ഷണിക്കാത്ത ക്യാമ്പിൽ അന്വേഷണ കമ്മീഷനായിട്ടാണെങ്കിൽ പോലും 3 കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കാൻ അവസരമുണ്ടായി. അത് പഴക്കുളം മധു, MM നസീർ, AK ശശി എന്നിവരാണ് ആ ഭാഗ്യവാന്മാർ. KSUവിന്റെ യോഗങ്ങളിലെല്ലാം ഇനിയും ഗ്രൂപ്പ് തിരിഞ്ഞുള്ള അടി നടക്കണം, എങ്കിലല്ലേ കോൺഗ്രസ് ഗ്രൂപ്പ് നിലനിൽക്കുകയുള്ളൂ എന്നായിരിക്കും ഗ്രൂപ്പ് മാനേജർമാരുടെ വിലയിരുത്തൽ. ക്യാമ്പിൽ തല്ലുണ്ടാക്കിയവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് KSU സംസ്ഥാന അധ്യക്ഷനായ അലോഷ്യസ് സേവ്യർ പറയുന്നത്. പക്വതയുള്ളൊരു തീരുമാനം അലോഷ്യസിന് എടുക്കാനാവുമോ എന്നാണ് ഇനി ഉയരുന്ന ചോദ്യം. എന്തായാലും തല്ലിക്കരുത്തു കാട്ടിയ നേതാക്കളെയും അണികളെയും KSU പുറത്താക്കരുതെന്നാണ് അഭ്യർത്ഥന. അവരാണ് ഭാവിയിൽ കോൺഗ്രസിന്റെ കരുത്ത്. അവർ അടിച്ചടിച്ച് ശക്തരാവട്ടെ. ഭാവിയുടെ വാഗ്ദാനങ്ങളാവട്ടെ.